ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ചാണ്. അപ്പം ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം എന്നെ ഒരാളെ വിളിച്ചിട്ട് നല്ല രീതിയിൽ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെയും എൻ്റെ അമ്മയെയും അച്ഛനെയും ഒക്കെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നാണത് കേട്ടത്. ഞാനത് അദ്ദേഹത്തിൻ്റെ ചീത്ത കുറച്ച് ഡിസ്റ്റൻസിൽ വെച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല, ചെറുങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊരു 11 മിനിറ്റ് 17 സെക്കൻഡ് ഉള്ള ഒരു വോയിസാണ്. അതിൻ്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കുകയും പിന്നെ അദ്ദേഹം ചീത്ത പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആദ്യ ഭാഗത്ത് നമ്മൾ നല്ല രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ആരെങ്കിലും കേൾക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അവർ ഇയർഫോൺ ഉപയോഗിക്കുക, അല്ലാതെ ഇത് മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ സംസ്കാരം അതുപോലെ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേര് ജയപ്രകാശ് എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ തമ്പനയിൽ വെക്കാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ, ബാക്കി ഇദ്ദേഹം എവിടുത്തുകാരനാണെന്ന് അറിയില്ല, നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക എവിടുത്തുകാരനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് വോയിസ് കേൾക്കാം. സുഖം തന്നെ. വാർത്തയൊക്കെ കാണാറുണ്ട്. ഇപ്പൊ ഇടയ്ക്ക് ഞാന് നിന്റെ വാർത്ത കാണാറുണ്ട്. കേട്ടോ? ഏത് വാർത്ത? ഇങ്ങനെ ഓരോരോ കാര്യം പറയില്ല, ആർക്കോ മമതാ ബാനർജിക്ക് എന്തോ തലക്ക് പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടുന്നുണ്ടേ. അപ്പൊ അതൊക്കെ കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെ സത്യം വരാണെങ്കിൽ ചിരി വരും വാർത്ത കണ്ടിട്ട്. അത് നല്ലതല്ലേ? അത് നല്ലതല്ലേ? വാർത്ത വായിക്കുമ്പോ രസമുണ്ട്, കാണാൻ രസമുണ്ട് എന്തായാലും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെന്തൊക്കെയാണ് എല്ലാ ഐറിഷിന്റെ കാര്യങ്ങളൊക്കെ എന്തായി അറിയോ? എന്താവാനാണ്? എന്തായി? കമ്പനി കഴിഞ്ഞു വന്നില്ലേ? ഏതാണ്ട് തീർന്ന പോലെയല്ലേ? തീർന്നില്ലേ? അവരുടെ സാധനം ആക്കെ കംപ്ലീറ്റ് എന്താ പറയാ, പേടി തീർന്ന് അല്ലേ? ഒന്നും ഒരു മിണ്ടാട്ടും ഇല്ല, ഒന്നുമില്ല. അതിനെ പറ്റിട്ട് ആർക്കും ഒന്നും പറയാനില്ലാവുന്നല്ലേ? അതെ അതെ, തീർന്ന് തരാ അടങ്ങി. അതെ അതെ. ഇപ്പൊ വാർത്ത വായിക്കലാണ് പരിപാടി അല്ലേ? എന്നാ പിന്നെ ശരി, വേറെ ഒന്നുമില്ലല്ലോ. വേറെ ഒന്നുമില്ലല്ലോ. വേറെ എന്ത്? വീടിപ്പോ അവിടെ തന്നെയല്ലേ? അല്ല താമസം കണ്ണൂർ തന്നെയല്ലേ? അതെ അതെ അതെ. എന്താ പരിപാടി? എന്താ ഇപ്പോ? എന്ത് പരിപാടി? നമ്മളെ ജോലിയും കൂടെ പരിപാടിയിലായിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ ജോലിയും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നു. എന്താ ഇപ്പൊ കാര്യമായിട്ട് ജോലി? ഇപ്പൊ എന്താ? എനിക്ക് ജോലി ഉണ്ടപ്പാ. നമ്മളല്ലാണ്ട് വേറും ഈ കാര്യങ്ങൾ നിങ്ങൾ ഇതെല്ലാം അറിയെങ്കിൽ അതും അറിയാലോ. അല്ല എന്താ ജോലി? അല്ല ഇപ്പത്തെ ജോലി എന്താന്നാ ചോദിച്ചത്? ജോലിയൊക്കെ ഉണ്ട്, ജീവിക്കണ്ടേ? ഇപ്പൊ ജീവിക്കണല്ലോ, എല്ലാവർക്കും ജീവിക്കണ്ടേ? അതെ അതെ. ഒരാള് മാത്രമാണോ ജീവിക്കേണ്ടത്? അതെ, എല്ലാരും ജീവിക്കണം. നിങ്ങൾ എവിടുന്ന വിളിക്കുന്നേ? ഞാനോ? ഞാനിപ്പോ കോട്ടയാ. ശരി. ഇപ്പൊ ട്രെയിനിലാ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനിപ്പോ അങ്ങനെ വീഡിയോ കണ്ട് മമതാ ബാനർജിക്ക് ഇങ്ങനെ എല്ലാരും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രസമുണ്ട്. അപ്പൊ കേട്ടപ്പോ എനിക്ക് ഭയങ്കര ചിരി വന്നു. ശരി ശരി, ആയിക്കോട്ടെ. അപ്പൊ തൊട്ടടുത്തുള്ള ആള് പറഞ്ഞതിനോട് എന്താ ചിരിക്കണേ? ഞാൻ കോമഡി ഇപ്പാ കണ്ടത്? ഒരു കോമഡി സ്കിറ്റ് കണ്ടിട്ട് ചിരിച്ചാണ്. ശരി. അതെന്നാ നമ്മളൊന്ന് കാണട്ടെ. അയാളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. അല്ല പിന്നെ എങ്ങനെ? എന്നാ പിന്നെ അയാൾക്ക് ചാനൽ അയച്ചു കൊടുക്കുന്ന അറിയാം. അല്ല അയാൾക്ക് കാണിച്ചു കൊടുത്തു ഞാൻ. അപ്പൊ അയാൾ പറഞ്ഞ മൂപ്പർക്ക് മലയാളം അറിയില്ലാന്ന് തോന്നുന്നില്ലേ? ഞാൻ പറഞ്ഞു മലയാളം അറിയാണ്ടല്ല, പുള്ളി അങ്ങനെ സംസാരിക്കാറുണ്ട്. ശരി ശരി. പുള്ളിന്റെ സ്റ്റൈൽ അതാണ്. ശരി, ആയിക്കോട്ടെ. ഇത് ഞാൻ അങ്ങനെ ഉഷാറാക്കി കൊണ്ടുവന്നിട്ട് ശരി ക്ലിയർ ചെയ്യുന്ന ഒരാളാണ്. അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ നമ്മളെ ലോകത്ത് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ പുള്ളിനെ അറിയിച്ചാൽ മതി. പുള്ളി വേണ്ടമാതിരി കൈകാര്യം ചെയ്ത് സെറ്റാക്കി തരുമ്പോ. ശരി, ആയിക്കോട്ടെ. നല്ല കാര്യങ്ങളൊന്നും പുള്ളി കാണൂല. ഈ ഹൈറിച്ചാണ് ഏറ്റവും നല്ല കാര്യം. ഈ ആൾക്കാർ ഇത്രയും പാവങ്ങളെ പറ്റിച്ചിട്ട്
കുറച്ചാള് പിന്നെ പൈസ ഉണ്ടാക്കിയതാണ് നല്ല കാര്യം. ഈ പാവങ്ങളെ പറ്റിച്ചെന്ന് പറയുന്നതിന് അഞ്ച് എത്ര പൈസ പോയിട്ടുണ്ട് മോനെ? അതുപോലെ അഞ്ച് എത്ര പൈസ പോയിട്ടുണ്ട്? എന്റെ പൈസ പോയതല്ലല്ലോ കാര്യം. ഒരുപാട് പിന്നെന്താണ് ഒരുപാട് പാവങ്ങളെ പറ്റിച്ചെന്നുള്ള ഉളുപ്പില്ല എനക്ക് പറയാൻ. ഇനിയും പറയാൻ ഈ ഒരുപാട് ആൾക്കാരെ പറ്റിച്ച് എത്ര ആളെ പറ്റിച്ച് ഇങ്ങനെ പറയാനല്ലാതെ എന്ത് വികലാംഗരെ പറ്റിച്ചെന്ന് കാസർഗോഡുള്ള തനൂനെല്ലാം പറ്റിച്ചിട്ട് അവര് ഇപ്പവും കൂടി അവര് അതിന്റെ പുറകെ നടക്കാണ്. എന്നിട്ട് കേസ് കൊടുക്കാൻ പുറകെ നടക്കുന്ന ഇപ്പൊ എപ്പോഴാണ്? ഈ ഫ്രീസിങ് വന്നതിന് ശേഷമല്ലേ എല്ലാരും പുറകെ നടക്കുന്നതല്ലേ? അതിന്റെ മുന്നേ ചങ്ങാതി ആർക്കെങ്കിലും പറ്റിച്ചു പോയിട്ടുണ്ടോ? അതിന് മുന്നേ തന്നെ കേരള കമ്പനി എത്ര ആൾക്കാരെ പറ്റിച്ചു പോയി? എത്ര ആൾക്കാരെ പറ്റിച്ചു? ഇത് മണീച്ചനാണെന്ന് മനസ്സിലായിട്ട് എത്ര പേര് അതിന്റെ മുന്നേ പൈസ വാങ്ങിപ്പോയി? മണീച്ചനാണോ ഏറ്റവും നല്ല കാര്യം? എന്നാ പിന്നെ മണി ചെയിൻ ആണോ അല്ലാത്ത ചെയിൻ ആണോ എന്നൊന്നും നമ്മളിവിടെ സംസാരിക്കുന്നില്ലല്ലോ. ഇത് പറ്റിച്ചു പോയിന്ന് പറയുമ്പോ ഇത് ഈ ഫ്രീസിങ്ങിന്റെ മുന്നേ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നീ പറയും പറ്റിച്ചു പോയിന്ന്. അവസാനം ചേരുന്നവരെ പറ്റിക്കൽ തന്നെയല്ലേ ഈ മണീച്ച എന്ന് പറയുന്നത്? എന്ത് അവസാനം ചേരുന്ന പറ്റിക്കല്? ഇതൊരു ഫ്രീസിങ് നടന്നതിന് ശേഷം ഡിസംബർ അടക്കം ആൾക്കാരൊക്കെ പറ്റിച്ചിട്ട് അവരെയൊക്കെ പൈസ തിരിച്ചു കൊടുക്കുന്നില്ലേ നിങ്ങൾ? എല്ലാവർക്കും 1 ലക്ഷം ഈ ഡിസംബർ പറയാൻ നവംബറിൽ ഫ്രീസ് ചെയ്ത സാധനം ഡിസംബറിൽ എങ്ങനെ പൈസ കൊടുക്കാൻ? ഡിസംബർ 7-ാം തീയതി അല്ലേ നിങ്ങൾ ഇത് ആരെയാ പറ്റിക്കുന്നത്? ഡിസംബർ പോട്ടെ, ഡിസംബർ 7-ാം തീയതി കൊടുത്തു കഴിഞ്ഞാല് ഡിസംബർ 7-ാം തീയതി ഫ്രീസിംഗിന്റെ ഓർഡർ വന്നത് അറിയില്ലേ നിങ്ങൾക്ക്? ഫ്രീസിംഗിന്റെ ഓർഡറിന് ശേഷം എല്ലാവർക്കും കൊടുത്തിട്ടില്ലേ പൈസ? ഫ്രീസിംഗിന്റെ ഓർഡറിന് ശേഷം പൈസ കൊടുക്കാനോ? ഫ്രീസിംഗ് അതിന്റെ മുന്നേ എല്ലാവർക്കും പൈസ കൊടുത്തില്ലേ? അത് തന്നെയല്ലേ പറഞ്ഞത്, ഇത് മണീച്ചനാണെന്ന്. അതുകൊണ്ടല്ലേ ആൾക്കാർ ഇപ്പം പിന്നെ കാല് പിടിക്കുന്നത്, സർക്കാർ ഉദ്യോഗസ്ഥരടക്കം കാല് പിടിക്കുന്നത് നമ്മളെ പറ്റിയിട്ടൊന്നും വീഡിയോ ചെയ്യില്ലേ, നമ്മളെ പണി പോവും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാല് പിടിക്കുന്നതിന്റെ അർത്ഥം എന്താ? ഒക്കെ ഈ അവിടെ ഇരുന്ന് അവിടെ തീരുമാനിച്ചാ മതി. ഞാനല്ലല്ലോ ഈ ഒരാള് മാത്രമാണ് ഈ ലോകത്തില് വലിയ ബുദ്ധിശാലി, എന്താ പറയാ, അനീതിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. ഞാൻ മാത്രമല്ല, ഒരുപാട് കള്ളന്മാരല്ലാത്ത ഒരുപാട് നല്ല മനുഷ്യര് ആൾക്കാരെ പറ്റിക്കുന്നത് കാണുമ്പോ എന്ത് പണിയാ ഈ യൂട്യൂബിൽ ചളി അടിച്ച് പറയണ അന്നെ എന്ത് കണ്ടിട്ടാ തിന്നുന്ന? ഈ യൂട്യൂബിലെ വ്യൂവേഴ്സിനെ കൂട്ടിട്ട് തിന്നല്ലേ? ആര് പറഞ്ഞു? ഏറ്റവും വലിയ കള്ളനല്ലത്. ഞാനൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്ന എന്നെ പോലെ ആൾക്കാരെ എന്റെ തന്തേനെയും തള്ളേനെയും പറയിപ്പിക്കുന്ന കേസല്ലേ ഇപ്പൊ കാണിക്കുന്നത്? അതൊക്കെ ഉടുപ്പില്ലാത്ത സംസ്കാരമില്ലാത്ത ആൾക്കാർ പറയുന്നത് വെച്ചിട്ട് നമുക്ക് കൂട്ടിക്കൊടുപ്പല്ലോ മണി ചേഞ്ച് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് കൂട്ടിക്കൊടുപ്പല്ലോ, അതിനെക്കാട്ടും നല്ല പൈസ കിട്ടൂലേ? എന്റെ അനക്ക് അതിനെക്കാട്ടും നല്ല എന്റെ അമ്മേനെ കൂട്ടി കൊടുത്താൽ പോരെ? ഇതിനെക്കാട്ടും നല്ലത് അത് ചെയ്താൽ പോരെ? എനിക്ക് ഇപ്പൊ ചെയ്യുന്ന പണിക്ക് ഏറ്റവും നല്ലതല്ലേ? എനിക്കൊക്കെ നല്ല ജോലി ഉണ്ടടാ. ആ ജോലി നിന്നെ പോലെയുള്ളവരെ പൂട്ടണം എന്നുള്ള പിന്നെ എന്ത് മയറിനാണ് ഇത് കളയാൻ? ഈ വലിയ കൂളിംഗ് ഗ്ലാസ് മുടിയും കറപ്പിച്ച് മുടിയും നരപ്പിച്ച് മൂപ്പര് വന്നിട്ട് വലിയ സംഭവമായിട്ട് കുത്തിരിക്കും. നിന്നെയൊക്കെ പൂട്ടിയില്ലടാ, അതിന്റെ വിഷമം നീ കരഞ്ഞിട്ട് തീർക്കടാ. എടാ പോറ മയിര പൂട്ടിട്ട് മയിര് ഈ ഒരു ചൊപ്പയും കളയിലടാ അവിടെ. 4 മാസമായിട്ട് ഇതൊക്കെ നമ്മളെ വിജയം. ഒരു ചപ്പയും കളയുടെ 4 മാസം നല്ലടോ. ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് ഒരുപാട് ആൾക്കാർക്ക് ജീവിതമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാരും ഓർത്ത് എന്നെ പോലെയുള്ളവരെയൊക്കെ പൂട്ടാൻ പറ്റിയ തന്നെയാടാ നമ്മളെയൊക്കെ. നമ്മളെ പോലെയുള്ള ചെറിയ ചെറിയ ആൾക്കാർക്ക് ഇത്ര വലിയ തട്ടിപ്പന്മാരെ പൂട്ടാൻ പറ്റുമെങ്കിൽ പലതും ചെയ്യാൻ പറ്റും. ഈ ചെയ്തോ ഇനിയും ചെയ്യും, നല്ല പോലെ ചെയ്യും. നീ എന്തിനാ എന്നെ വിളിച്ചത് ഇപ്പോ? നന്നായിട്ട് ചെയ്യ്. അതിന്റെ ചെയ്ത് എത്രത്തോളം പോകുന്നുള്ള നോക്കട്ടെ. ആൺകുട്ടിയാണെങ്കിൽ അതിന്റെ അടിയിൽ മീശല്ലേ, മൂക്കിന്റെ അടിയിൽ മീശ ഉള്ളവനാണെങ്കിൽ നേരിട്ട് വരാം. ഈ എവിടെ അള്ളിച്ച പറയടാ, അങ്ങനെ നേരിട്ട് വരാം. അന്നെ നേരിട്ട് കാണടാ, അന്നെ നേരിട്ട് കാണാം. എന്നോട് 2 കാര്യങ്ങൾ മാത്രം സംസാരിക്കാണ്ട്, അല്ലാതെ 2 തന്തക്കുണ്ടായ മഹിര ഇവരെ ചിലക്കാതെ പോറ പൂറാ കേട്ടോ. എന്റെ അമ്മക്ക് 2 അടിച്ചുണ്ടാക്കിയ എനിക്കിട്ടേക്ക് അത് മനസ്സിലാക്കിയോ? ഇത്തരം കേട്ടിട്ട് നമുക്ക് ഉളുപ്പില്ലേ?
ചേച്ചേ നിനക്കാടാ നിനക്ക് ഈ പാട്ട് ജീവിക്കുന്നത് നിനക്ക് എന്ത് അനക്ക് ഇത്ര കേട്ടിട്ട് അനക്ക് ചേച്ചേ ഉടുപ്പില്ല എനക്ക് ഉടുപ്പില്ല എനക്ക് നിന്റെ വിഷമം ഇങ്ങനെ തീർന്നു ഇന്റെ വിഷമല്ല ഈ കിടന്നിപ്പോ അന്റെ ഒരു വാർത്ത വായിച്ചിന് അന്റെ വാർത്ത വായിച്ചിട്ടുണ്ടെങ്കിൽ ഭ്രാന്ത് ഇല്ലാത്തവനെ കൂടി ഭ്രാന്താവും ഒരു വാർത്ത വായിച്ചാൽ അറിയാത്തൊരു ഏരട്ടെ നിന്റെ വിഷമം ഭയങ്കര വാർത്ത വായിക്കല് ഇന്നിപ്പോ അങ്ങനെ വന്നു നാളെ ഇപ്പൊ ഇങ്ങനെ വരൂ എന്ത് കുന്തോ അയ്യോ എന്റെ വാർത്തകൾ കേട്ട് അന്റെ മോന്ത കാണുമ്പോ തന്നെ ചതുര നമുക്ക് എന്തോ സൈക്കോ സത്യത്തില് അത് ആദ്യം കൊണ്ട് കാണിക്കാൻ പറയാം ആദ്യം വീട്ടില് ഇന്നൊന്ന് ആദ്യം കൊണ്ട് കാണിക്കുന്നത് അല്ലാതെ മറ്റുള്ള ആൾക്കാരതും ഒരുപാട് ആൾക്കാർക്കൊന്ന് പറ്റിച്ച് എന്നുള്ള ഡയലോഗും അടിക്കും മൂപ്പര് വെറുതെ കിടന്നിട്ട് ആരെ പറ്റിച്ച് വെറുതെ കിടന്ന് വർത്താനം പറയല്ലേ അന്നെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ പറ്റിച്ചിട്ട് ജീവിച്ചാൽ മതി. നമ്മളെ പോലെയുള്ളവർക്ക് ഒരാളെ പറ്റിക്കുന്നത് ഇപ്പൊ ഇവിടെ ചെയ്യുന്ന ഭയങ്കര ബിസിനസ് അതൊക്കെ യൂട്യൂബില് വെറുതെ രണ്ടു കാലം ജീവിച്ച കാര്യമില്ല. മനുഷ്യനാവണം. മറ്റുള്ളവരെ മറ്റുള്ളവരെ പറ്റിക്കാൻ ജീവിക്കടാ അല്ലെ പോയി. അന്നേതായാലും പറ്റിച്ചില്ലല്ലോ. അതാണ് മറ്റുള്ളവരെ പറ്റിച്ചിട്ടൊന്നും എനിക്കറിയാം. ഇവിടെ വേറെ എന്തൊക്കെ ഈ പറയുന്നല്ല പറ്റിച്ചെന്നുള്ളത്. ഇവിടെ വേറെ ആൾക്കാർ ഇതിലുള്ള ആൾക്കാർ നമ്മളെ പറ്റിച്ചു. എത്ര ആൾക്കാര് പറഞ്ഞടാ നീ നമ്മുടെ ആ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ അവിടെയൊക്കെ നിനക്ക് ധൈര്യം ഉണ്ട്. അതെനിക്ക് അല്ല എന്നിട്ട് പറഞ്ഞോ വേറെ ആരല്ല. എവിടെ ജോയിൻ ചെയ്ത് നോക്ക് എവിടെ ജോയിൻ ചെയ്ത് നോക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ നീ ജോയിൻ ചെയ്ത് ധൈര്യം ഉണ്ടെങ്കിൽ. ഏത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഏത് വാട്സപ്പ് ഗ്രൂപ്പ് പറയും ഏത് വാട്സപ്പ് ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പ് എന്ന് പറയാം ഏത് വാട്സപ്പ് ഗ്രൂപ്പ്. ഈ ലിങ്കിൽ ഈ നമ്പറിലേക്ക് ലിങ്ക് അയച്ചു തരാം. നിനക്ക് ജോയിൻ ചെയ്യും. എനിക്ക് അവിടെ അന്റെ ഈ കള്ളന്മാരാണ് ഇതിലേക്ക് ഞാൻ ഇല്ല. എനിക്ക് അത് രണ്ട് ഉണ്ടാകണം കേട്ടാ. വെറുതെ അത് നമ്മക്കല്ല അനക്ക് അതിന്റെ മുന്നേ ഈ വലിയ സംഭവം അയർച്ച് ഇങ്ങനെയാണെന്ന് പറഞ്ഞ ആളായിരുന്നല്ലോ ഈ മുന്നേ ഹയർച്ചിലെ വെബ്സൈറ്റിലെ സാധനങ്ങളെ പറ്റി പറയുന്നതിന് എന്താണ് ഹയർച്ചിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന പറയുന്നത്. നീക്കൊന്ന് മലയാളി എടാ. എന്നിട്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല. കാലനൊന്നും തന്നെ വേണ്ടടാ. കാലനൊന്നും തന്നെ വേണ്ട. സീരിയസ് ആയിട്ട് പറയാ അതൊക്കെ ചത്തൂടെ. അതാണ് നല്ല രീതി എന്നോടൊക്കെ തിരിച്ചു ജയിക്കാനുള്ളത് അതന്നെയാടാ. അന്ന് അനക്കൊക്കെ ചത്തൂടെ. ഇത്രയും ആൾക്കാരെ ആ വഴി അന്നം മുട്ടിച്ചിട്ട് കുറെ ഡയലോഗ് അടിച്ചിട്ട് എന്റെ അച്ഛനെ പറ്റിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ മോനെ പറ്റിച്ചെന്ന് അറിയുമ്പോ നിന്നെ പറ്റിച്ചില്ലോ. അപ്പൊ നിങ്ങള് പൂർണ്ണമായിട്ട് കേട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ലീഡർമാര് അല്ലെങ്കിൽ പ്രതാപൻ, ശ്രീന, ദിനുരാജ് എന്നിവരൊക്കെ ഇത് മണീച്ചനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതുപോലുള്ള ആൾക്കാര് ഇപ്പോഴും പറയും ഇത് മണീച്ചനല്ല എന്നും ഇത് തിരിച്ചു വരുമോ എന്നും ഒക്കെയാണ് ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ വിചാരിക്കുന്നത് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ വീഡിയോ ചെയ്തത് കൊണ്ട് അവരുടെ പൈസയൊക്കെ പോയി എന്നുള്ളതാണ്. അവരുടെയൊക്കെ പൈസ പോയത് അവർ തന്നെ ഇത്തരം തട്ടിപ്പ് കമ്പനികൾക്ക് ജോയിൻ ചെയ്തുകൊണ്ടും ഇവരുടെ മുകളിലുള്ള ലീഡർമാർ ചതിച്ചത് കൊണ്ടുമാണ് എന്ന് ഇവരെന്നാണ് മനസ്സിലാക്കുക. ബൈ.